നമസ്കാരം. ഞാൻ ബിജീഷ് പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചിരിക്കുന്നത് വരും ആഴ്ചയിൽ നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റിനും മാനേജ് ചെയ്യേണ്ട എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തിൽ ലാസ്റ്റ് ദിവസത്തിൽ സംഭവിച്ചത് നമുക്ക് ക്വിക്കായിട്ട് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്ന റെസിസ്റ്റൻസ് 22,615 നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഒരിക്കലും ബൈ ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യതയും ഇല്ല. ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് നൽകിയിരുന്നത് 22,566 566 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷമായാലും മാർക്കറ്റ് ഒരു സെൽ ട്രെൻഡിലായിരുന്നു. ഇൻട്രാഡേ 22,475 വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷമായാലും 22,425 സപ്പോർട്ടിന്റെ ഒരു മുകളിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റിയിലും നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്? ഇപ്പോൾ ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ വരും ദിവസത്തെ ഒരു അപ്ഡേറ്റ് പറയുന്ന കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിലും ഒരു കറന്റ് ഒരു ട്രെൻഡിൽ നമുക്ക് സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി 22,400 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ചൊരു സ്ട്രോങ് ആണ്. അപ്പോൾ 22,400 അടുത്തുനിന്ന് മുകളിൽ നിഫ്റ്റി എപ്പോഴും ബൈക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസമായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നത് ഈ ഒരു ഏരിയയിലായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു. എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എപ്പോഴും എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയായിരുന്നു നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലെ ആയാലും ഹയർ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇനി കാണുന്നത് 22,700 അടുത്താണ്. 700-800 റേഞ്ചിന്റെ ഇടയിലാണ് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പൊ നിഫ്റ്റിയിലായാലും ഇൻ കേസ് ഒരു അപ്സൈഡ് മൂവ്മെന്റം മുകളിലേക്ക് കിട്ടിയാലും ഈ ഒരു ഏരിയയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് സേഫ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് അത്ര ഒരു സേഫ് അല്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആയാലും മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കണം എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത്. ഈ ഒരു കറന്റ് ഒരു സെന്റിമെന്റിലായാലും 22,400 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ കുറച്ച് വീക്ക്നെസ് ആയിട്ട് മാറും. ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിനെ ഇതേ രീതിയിൽ മനസ്സിലാക്കുക. അതിനുശേഷം ഇൻട്രാഡേയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്? അപ്പോൾ നിഫ്റ്റിയിലെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണുന്നത് 22,530 ആ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ഹയർ ലെവൽ കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,530 തൊട്ട് താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഈ ഒരു സപ്പോർട്ട് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തതാണ്. പക്ഷെ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുന്ന സപ്പോർട്ടാണ്. 22,475 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 22,530 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,530 മുകളിലാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് വരെ മൂവ്മെന്റത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,475 താഴെയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി 22,475 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും 22,430 അടുത്താണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത്. 22,430 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കണം. തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്. 22,400 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. പക്ഷെ ഇതിന്റെ ഒരു താഴെയിലും തൊട്ടടുത്താണ് പിന്നെ സപ്പോർട്ടുകളൊക്കെ വരുന്നത്. 350 അടുത്ത് സപ്പോർട്ട് ഉണ്ട്. അല്ലെങ്കിൽ തിരിച്ച് 400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 430 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പൊ നിഫ്റ്റിയിലും ഈ ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണോ സപ്പോർട്ടിന്റെ ഒരു മുകളിലാണോ അനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. 22,530 മുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഓർമ്മയുണ്ടായിരിക്കും. 22,000
620 ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 22,620 റെസിസ്റ്റൻസ് ആണ്. 22,640 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഹയർ ലെവലിൽ എത്തുമ്പോൾ റെസിസ്റ്റൻസുകൾ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത റെസിസ്റ്റൻസ് 700ന്റെ അടുത്താണ്. 700-750 റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസുകൾ ഹയർ ലെവലിൽ വർക്ക്ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ടത് 530ന്റെ മുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 22,530ന്റെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ വരും ദിവസത്തെ ഒരു മാർക്കറ്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് നിലനിൽക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. കാരണം നമ്മൾ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഒരു മൊമെന്റം അതേ രീതിയിലാകാനാണ് സാധ്യത. നിങ്ങൾ ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഒക്കെ കണ്ടു കാണും. അപ്പോൾ നിഫ്റ്റിയിലും 22,565 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എപ്പോഴും പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു പ്ലാനുകളും ക്വിക്കായിട്ട് ചെയ്യുന്നത് സേഫ് ആയിരിക്കും. പക്ഷെ നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ടത് ഇൻ കേസ് താഴത്തേക്കായാലും വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈര വോളിയം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തിലെ ഒരു വർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റെസിസ്റ്റൻസ്, കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈയുടെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എക്സാക്റ്റ് ആയിട്ട് ആ റെസിസ്റ്റൻസിന്റെ അടുത്ത് താഴെയാണ് മാർക്കറ്റ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും നമ്മളിവിടെ ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയില്ല. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 22,665 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. അതിനുശേഷം 48,665, അതുപോലെ 48,475, 48,300 ഈ സപ്പോർട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിലനിർത്തിയിരുന്ന ഒരു സപ്പോർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും റെസിസ്റ്റൻസിന്റെ മുകളിൽ കയറിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. 48,665 ഹയർ ലെവലിലെ റെസിസ്റ്റൻസ്. അതായത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആ ഒരു ലെവൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 48,385 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ശ്രദ്ധിക്കണം. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ലോവർ ലെവൽ സപ്പോർട്ട് 48,150, 47,750, 47,900, 47,750 ഇതൊക്കെ സപ്പോർട്ടായിട്ട് നിലനിൽക്കും. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണോ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണോ എന്നതനുസരിച്ച് നിഫ്റ്റിയിലൊക്കെ പറഞ്ഞ പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന പോലെ എക്സാക്റ്റ് ആയിട്ട് തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലായാലും ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലായാലും സപ്പോർട്ട് കാണുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ മുൻപ് വന്നിരിക്കുന്ന ഈ ലോയാണ്. ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ലോവർ ലെവൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 21,275 കുറച്ച് ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. അതിന്റെ താഴത്തേക്ക് നിലനിന്ന കുറച്ചധികം വീക്ക്നെസ് ആണ്. പക്ഷെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. 21,400ന്റെ മുകളിലാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. 470 തൊട്ടടുത്ത റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത 21,575 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിൻ നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് കാണുന്നു. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. 21,470 ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. 400 ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അപ്പോൾ ഫിൻ നിഫ്റ്റി അതിന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് 21,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ചെറിയ റിസ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ കാണാം. എല്ലാവരെയും വിലയേറെ ഷെയർ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.